സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ, സെന്ററിൽ കൂടെ കയറി പോകില്ലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വീഡിയോ കണ്ടപ്പോഴത്തെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണുമായിരിക്കും. അതെ, നമ്മുടെ രേണു സുധിയാണ് എയറിലാക്കി ആയിരിക്കുന്നത്. രേണു സുധിയോടൊപ്പം തന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ രേണു സുധിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് പുതിയൊരു റീൽ ഇറങ്ങിയിട്ടുണ്ട്. ആ റീലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചത് നമ്മുടെ റോഡ് ബ്ലോക്കാക്കി ഒരു റീൽസ് എടുത്തു, ആൽബം, അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല എന്നും അത് അവർ റീൽസിന് വേണ്ടിയിട്ട് അവർ തന്നെത്താനെ ചിത്രീകരിച്ച് രാവിലെ 7 മണിക്കാണ് അത് നടക്കുന്നതെന്നും അതിൽ നമ്മൾ കാണുന്നത് ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു ബൈക്കുകാരൻ തടഞ്ഞു നിർത്തി ഇവരെ ചീത്ത വിളിക്കുന്നതും ദാസേട്ടൻ കോഴിക്കോട് തൊഴുതുകൊണ്ട് രേണു സുധിയുമായിട്ട് സൈഡിലോട്ട് ഒതുങ്ങുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. പക്ഷേ അതല്ല സത്യമെന്നും അതവർ ക്രിയേറ്റ് ചെയ്തതാണെന്നും, അതായത് അങ്ങനെയല്ല, അത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്, ഇങ്ങനെ അവർ കൂടെ അഭിനയിക്കുന്ന ഒരാൾ തന്നെയാണ് ആ ബൈക്കിൽ വന്ന് പറയുന്നത്, എന്തുവാടോ ഇതൊന്നും ചോദിക്കുന്നെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നില്ല. എന്തായാലും ആ റീല് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കത് കാണാം. എന്തായാലും ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് നമ്മുടെ രേണു സുധിയാണ്. അപ്പോൾ രേണു സുധി ഇപ്പോൾ അവർക്ക് അബദ്ധമാണ് പറ്റിയതെങ്കിൽ അവരൊരിക്കലും അത് പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തതായിരിക്കണം. എന്തായാലും നമുക്ക് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ, ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള 2 പേര് ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണു സുധി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച 2 പേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ കേട്ടല്ലോ. ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് പറയുന്നത് എന്താണ്, ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം, ഇപ്പം എനിക്ക് തോന്നുന്നു രേണു സുധിയെക്കുറിച്ചുള്ള 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസിലൊന്നും തന്നെ രേണു സുധിയെ മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യ ചിതയിൽ ചാടി മരിക്കുന്ന സതി സമ്പ്രദായമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഭർത്താവ് മരിച്ചു എന്ന് കരുതി ഭാര്യ വെള്ളസാരി ഉടുക്കണം, പെരയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കണം, മേക്കപ്പ് ഇടാൻ പാടില്ല, അങ്ങനെയുള്ള കാലഘട്ടമൊന്നും അല്ല ഇപ്പോൾ. അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അവരുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവർ ഏത് ഡ്രസ്സ് ധരിക്കണം, അവർ എവിടെ പോകണം, ഏത് മേക്കപ്പ് ധരിക്കണം, ഇതൊക്കെ അവരോട് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സംഭവം ഇത് ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഇവർ മനുഷ്യനിങ്ങനെ പറ്റിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ. ഇതിന് ഇടയ്ക്ക് വെച്ച് രേണു സുധി വിവാഹിതയായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സുധിച്ചേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടാണ് രേണുവിനോട് ഇത്രയും അടുത്ത് നിൽക്കുന്നത്. അപ്പം ഇങ്ങനൊരു വീണ്ടും ഇങ്ങനെ മനുഷ്യരിങ്ങനെ പറ്റിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇടയ്ക്ക് വെച്ച് അവർ വിവാഹിതരായി എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനോട് കൂടി ഒരു ഫോട്ടോ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കമൻസുകൾ വരിക. നെഗറ്റീവ് കമൻസുകളാണ് റീച്ച് ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം രേണു സുധി ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു നാടൻ പാട്ടിൻ്റെ ആൽബത്തിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഓൺലൈൻ മീഡിയ അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അവർ കുറച്ച് ആൻസേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. മറ്റേ എനിക്ക് എന്നെ ഒരു ഫേസ്ബുക്കിലെങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടൊരു സാധനം ഇട്ടിട്ട് എന്നെ എന്തോ അത് എനിക്കൊന്നും കണ്ട സങ്കടമൊന്നും ഇല്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മറ്റേ ഈ സൈക്കോ പോലെ ഇപ്പം നെഗറ്റീവ് കേട്ട ഇങ്ങനെ ഉള്ളിൽ സന്തോഷം വരും. എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം എങ്ങനെയാണെന്ന് അറിയാം. നെഗറ്റീവ് അതായിട്ടോ ഇപ്പം അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടോളൂ സൈക്കോ ആയി മാറി. 32. അതിനകത്ത് കണ്ടോ ചോദിക്കുന്ന സമയത്ത് രേണു സുധി പറയുന്നത് എനിക്ക് 32 വയസ്സാണ്, പക്ഷെ എന്നെ അമ്മച്ചി കിളവി. അവർ ഇങ്ങനെ ബോഡി ഷേമിങ് ഒരുപാട് മാനസിക വിഷമമുള്ളവരാണ് കേട്ടോ. എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ ഹായ് സൈക്കോ, എനിക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ കാണിക്കുമ്പോഴേ മനസ്സിലാവും വളരെയധികം നമുക്ക് ഇൻസൾട്ട്, നമുക്ക് ഇറിറ്റേഷനൊക്കെ ഉള്ളവരാണ് കേട്ടോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ അവർ മൈൻഡ് ചെയ്ത് വിടും. പക്ഷേ ഇതൊരു അതിന് എന്തോ ഒരു എനിക്കത് അങ്ങോട്ട് ആ ഒരു അഭിനയം പോലെ തോന്നി കേട്ടോ. നമുക്കൊരു നാച്ചുറലായിട്ട് തോന്നിയില്ല, ഒരു വല്ലാത്തൊരു ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കുള്ളതല്ല. ഒരു നാച്ചുറലായിട്ടായിരിക്കും പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്തോ അതൊരു ആക്ടിങ് പോലെ തോന്നി. എത്രയായാലും നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം നമ്മളെ ഇഷ്ടപ്പെടാത്ത നമ്മളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതിന് എത്ര എന്താ പറയുന്നത്, ഏതൊരാളായാലും അവർക്ക് ദേഷ്യം വരും. പക്ഷേ എനിക്ക് ദേഷ്യം എനിക്ക് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞത് അതത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല, സത്യസന്ധമായ ഒരു മറുപടിയായിട്ട് തോന്നിയില്ല. എന്നിരുന്നാലും ഇവർ ജനങ്ങളുടെ വിശ്വാസ്യത നേടി അത് എടുത്തു വെച്ച് മുതലാക്കി അതിനെ വിറ്റ് ജീവിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ രേണുസുധിയെ ഉപയോഗിച്ച് വീഡിയോസും റീൽസും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നത് ഇവരിലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ ആളുകളുടെ വ്യൂസ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണോ മനസ്സിലാക്കാതെയാണോ രേണുസുധിയിൽ അകപ്പെട്ടിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കുള്ള നെഗറ്റീവ് ഇമേജ് ഉണ്ട്, അത് വെച്ചെന്നാൽ ഞാനൊന്ന് റീച്ച് ആവട്ടെ എന്നൊരു ലക്ഷ്യം ഉള്ളതായിട്ട് എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ രേണുസുധിയും ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോസൊക്കെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു മോശമായിട്ട് ഒരുപാട് അസഭ്യ കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഒരു കമൻറ്റിനെതിരെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് മനസ്സിലാക്കാം. ചങ്കട നമസ്കാരം. ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ. ഒന്നിനോടും ഞാനങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും. എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം, എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്ത ആളുകളില്ല, ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എൻ്റെ പ്രിയ ചങ്കട. അപ്പം സന്തോഷം. കണ്ടല്ലോ നമ്മുടെ ദാസേട്ടൻ പറയുന്നത്, ഞാൻ ആരെയും തെറി പറയാറില്ല, ഞാൻ ആരെയും മോശം പറയാറില്ല, ഞാനൊരു സ്ത്രീകളോടൊക്കെ അഭിനയിക്കുന്നുണ്ട്, എല്ലാവരോടും മാന്യമായിട്ടാണ് പെരുമാറുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു കമൻറ്റ് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇവരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഇവർ നെഗറ്റീവ് കമൻറ്റ്സ് വരണം എന്ന് വിചാരിച്ചല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അല്ല എന്ന് ഇവർക്ക് പറയാൻ സാധിക്കുമോ? ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവർക്കറിയാം ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുമെന്നറിയാം. അത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ലേ ഇവരിത് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി നക്ഷത്രയോട് അറിയാലോ, രേണുസുധിയും സുധിച്ചേട്ടൻ്റെ ഫാമിലി ലക്ഷ്മി നക്ഷത്രമായിട്ടുള്ള ബന്ധം നമുക്കറിയാലോ. പെർഫ്യൂം കൊടുക്കുന്നു, എനിക്കറിയില്ല, ഭയങ്കര നമ്മൾക്ക് ഇത്രയും നല്ല സ്നേഹമുള്ളൊരു നമ്മൾ സ്വന്തക്കാർ പോലും ഇത്രയും സ്നേഹിക്കില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച സാഹചര്യത്തിലാണ് ലക്ഷ്മി നക്ഷത്രം അങ്ങനെ ചെയ്തത്, ഇത്രയും അടുത്ത് നിന്നത്. ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയോട് രേണുസുധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ലക്ഷ്മി നക്ഷത്ര പറയുന്നൊരു മറുപടി ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം നമുക്ക്. അവരുടെ ലൈഫ്, അവരുടെ ഇഷ്ടം, അവരുടെ റൂൾസ്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ, എനിക്കിതല്ലേ ഇഷ്ടം. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനോ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കറാണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഇറങ്ങിക്കോട്ടെ. അധികമായാൽ അമൃതം വിഷം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ലക്ഷ്മി നക്ഷത്രയുടെ രേണുസുധിയുമായിട്ടുള്ള അടുപ്പമൊക്കെ കാണുമ്പോഴേ നമുക്കൊരു അസൂയ തോന്നുമായിരുന്നു. ഇത്രയും അടുപ്പമോ, ഇങ്ങനെയൊക്കെ സ്നേഹം ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ വെറും ആക്ടിങ് ആണ്. ആർക്കും ആരെയും ഇങ്ങനെ സ്നേഹിക്കാനോ ഇങ്ങനെ സഹായിക്കാനോ ഒന്നും പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. കാര്യം ഇതേപോലെ ഇങ്ങനെ അത് ഫുൾ അഭിനയമായിരുന്നു. അത് നമുക്ക് ഇതിൽ നിന്ന് ലക്ഷ്മി നക്ഷത്രയുടെ ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തമ്മിൽ ചാവാൻ കടന്നവരോ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഒരു രീതിയിലുള്ള സ്നേഹമായിരുന്നു ഇവർ തമ്മിൽ. പക്ഷെ ഇപ്പോൾ രേണുസുധിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അവരുടെ കാര്യമായി, അവരുടെ ലൈഫായി അവരത് ജീവിക്കും എന്നൊരു ഉഴപ്പൻ മട്ടിൽ ഒഴിഞ്ഞു മാറുകയാണ് ലക്ഷ്മി നക്ഷത്രം ചെയ്യുന്നത്. എന്നിരുന്നാലും രേണുസുധി ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള ഒരു സ്നേഹം, സിമ്പതി എല്ലാവരും രേണുസുധി കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ റീച്ചിന് വേണ്ടി രേണുസുധി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം വരുന്നുണ്ട്. ഇതിനെങ്ങനെ ഏത് രീതിയിൽ തരണം ചെയ്തെടുക്കും, ഏത് രീതിയിൽ നിന്നും ഉയർന്നു വരാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു നല്ല നല്ല കണ്ടന്റുകൾ രേണുസുധി കിട്ടും. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നമ്മുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, രേണുസുധി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്.
ഒരു കൂട്ടം ആളുകൾ രേണുസുതി ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഒരു കൂട്ടം ആളുകൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഈ ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്ത രേണുസുതി എന്നൊരു പേര് കേൾക്കുമ്പോൾ അവർ കയറി നോക്കും. അപ്പോൾ ഇഷ്ടപ്പെടായ്മ കൂടുതൽ ഉണ്ടാക്കിയെടുക്കാതെ ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിൽ നല്ല 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 ഷോർട്സോ സ്കിറ്റോ അല്ലെങ്കിൽ നാടകമോ ഒക്കെ ചെയ്ത് നല്ല മാന്യമായ വേഷത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു സ്നേഹം എല്ലാ മലയാളികൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാകും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു സുധിച്ചേട്ടൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ആരും ആഹാരമൊന്നും തരില്ല. അത് നമ്മൾ ഇറങ്ങി ജോലി ചെയ്യണം. ആ സത്യം തന്നെയാണ്. അത് രേണു പറയുന്നത് കറക്റ്റാണ്. എൻ്റെ മക്കളെ വളർത്തണമെങ്കിൽ രേണു തന്നെ ജോലിക്ക് പോകണം. അതെന്താ ഒരു പ്രപഞ്ച സത്യമാണ്. നമ്മുടെ മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നെഗറ്റീവ്സിലൂടെ ഉയർന്നു വരാതെ നമ്മൾ പോസിറ്റീവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാത്തിലും എത്ര പോസിറ്റീവ് ചെയ്താലും നെഗറ്റീവ് കണ്ടെത്താൻ വരുന്നവരെ കുറിച്ച് നമുക്കറിയില്ല. നമ്മളായിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു രേണുസുതിക്ക് ഒരു റീച്ച് ഉണ്ട്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെടുത്ത് മുതലെടുക്കാൻ മറ്റുള്ളവർ സമ്മതിക്കാതിരിക്കുക. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോ എന്ന് പറഞ്ഞ് നിർത്താൻ അതവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും സുധിച്ചേട്ടൻ്റെ ഭാര്യ, കുഞ്ഞുങ്ങളുടെ അമ്മ, ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതെന്നും അവിടെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഇനിയെങ്കിലും ഈ നെഗറ്റീവിലേക്ക് പോകാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.